അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ കാണുന്ന വീട് 3.25 സെന്റ് പ്ലോട്ടിൽ 930 സ്ക്വയർ ഫീറ്റിൽ 19 ലക്ഷം രൂപക്ക് EMI ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കിടിലൻ വീടാണ്. ഈ വീടിന്റെ ഫൗണ്ടേഷൻ വീട്ടുകാർ തന്നെ ചെയ്യിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ എലിവേഷൻ നോക്കാം. സ്റ്റെയർ ഏരിയയിൽ മുകളിലായിട്ട് കാണുന്ന ഗ്ലാസ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ കൊടുത്തിട്ടുള്ള ഡോറാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എലിവേഷനാണ് നൽകിയിട്ടുള്ളത്. എലിവേഷനിൽ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ പ്ലാൻ ബോക്സ് കൊടുത്തിട്ട് അതിനകത്ത് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ട് വരുന്നത് ഓപ്പൺ ആയിട്ടാണ്. ഒരു സൈഡിൽ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാളില് ടെക്സ്ചർ ആണ് ചെയ്തിട്ടുള്ളത്. വലിയ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ധാരാളം LED ലൈറ്റുകളും സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ സീലിംഗിലായിട്ട് LED ലൈറ്റ് ആണ് വരുന്നത്. വീടിന്റെ മുഖം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് കേട്ടോ. വടക്കോട്ടായിട്ടാണ് മെയിൻ ഡോറ് വെച്ചിട്ടുള്ളത്. ഫ്രണ്ട് ഡോറ് ടീക്വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഷട്ടർ വരുന്നത് 1.25 1.25 കാലും ആയിട്ടാണ്. ഒരു ഗ്രൂ ഡിസൈൻ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 സ്റ്റീലിന്റെ ഹാൻഡിലും വരുന്നുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇത് വലിയൊരു ഹാളായിട്ട് ചെയ്തിട്ട് ഇതിന് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ 15 ലക്ഷത്തിനാണ് EMI ചെയ്തിട്ടുള്ളത്. അത് പണി പൂർത്തിയാകുമ്പോൾ പകുതി ക്യാഷ് കൊടുക്കണം കേട്ടോ. ബാക്കി പകുതി അടവായിട്ട് വരികയാണ്. ഇതിനകത്ത് പാർട്ടീഷൻ വർക്ക്, കബോർഡ് വർക്ക്, കർട്ടൻ വർക്ക് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അത് ടോട്ടൽ 19 ലക്ഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 260 270 ആണ് ഈ ഒരു ലിവിങ്ങിന്റെ സൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കോർണർ സെറ്റിയും സീലിംഗിലായിട്ട് LED ലൈറ്റ്, വാളിലായിട്ട് വാൾ ഫ്രെയിമും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് പാർട്ടീഷൻ വർക്ക് വരുന്നത്. ഇത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്. ഇതിനകത്ത് ഡെക്കോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തത് വൈറ്റിൽ ചെയ്തത് കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഇന്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കിടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത് 290 490 ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് സ്റ്റെയർ വരുന്നത്. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഡബിൾ ഹൈറ്റ് ഫീൽ കിട്ടുന്നുണ്ട്. 6 സീറ്റോട് കൂടിയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം ലുക്കിൽ ചെയ്തിട്ടുള്ള ഒരു ടേബിളും ചെയറും ആണ്. ഈ ഒരു ഡൈനിങ്ങിന്റെ റൈറ്റ് സൈഡിലേക്ക് കാണുന്നത് ഒരു ബെഡ്റൂം ആണ്. നേരെ കാണുന്നത് കിച്ചൺ ആണ്. സൈഡിലായിട്ട് കോമൺ ബാത്റൂമും ഒരു ബെഡ്റൂമും വരുന്നുണ്ട്. ഈ ഒരു കോർണറിലേക്കായിട്ട് ആണ് വാഷ് ബേസിൻ വരുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം, എന്നിട്ട് ബേസിൻ നോക്കാം കേട്ടോ. അപ്പോൾ ഡോർ വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ്. 300 330 സൈസിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിനകത്ത് ഒരു എസ്തെറ്റിക് ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്ഷീറ്റിന്റെയും കർട്ടന്റെയും കളർ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ലുക്ക് മാറ്റുന്നത്. അതുപോലെ വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാർഡ്രോബും കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്ന മിററും റൂമിന് നല്ലൊരു എലഗന്റ് ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വാളിന്റെ സെന്റർ പോർഷനിലായിട്ടാണ് ഇവിടെ ബാത്റൂം ഡോർ വന്നിട്ടുള്ളത്. ഫൈബർ ഡോറാണ്. 190 120 സൈസാണ് വരുന്നത്. ഇതിനകത്ത് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ഇനി ഈ ഒരു ടൈൽ കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീടും വീഡിയോയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. വീടിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ ഇതാ സ്റ്റെയറിന് താഴെയായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇനി വാഷ് ബേസിൻ നോക്കാം. ഈ ഒരു കോർണറിലേക്കായിട്ട് ഒന്ന് മാറിയിട്ടാണ് കേട്ടോ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ പാനൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ BB ബോക്സ് ഈ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ബേസിനാണ്, റെഡിമെയ്ഡ് ബേസിനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന കോമൺ ബാത്റൂം നോക്കാം. ബാത്റൂമിന്റെ തൊട്ടടുത്തായി കാണുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ബെഡ്റൂം. 190 120 സൈസിലാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. നോർമൽ ക്ലോസറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ
ടൈൽ കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ. ഇവിടെ മിററിന് പകരം ഇതൊരു സ്റ്റിക്കറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബെഡ്റൂം നോക്കാം. 300-310 സൈസിലാണ് ഈ ബെഡ്റൂം വരുന്നത്. നല്ല എലഗന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടാണ്. കോട്ടിന്റെ ഹെഡ് ബോർഡിലായിട്ട് കുഷ്യൻ വരുന്നുണ്ട്. ഒരു കോർണറിലായിട്ടൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ലോങ് കർട്ടൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചണിലേക്ക് അടക്കുന്ന ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുന്നൂറ് സൈസിലാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. പിന്നെ ഫ്ലോറിന്റെ കാര്യം വിട്ടിട്ടുണ്ട്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ടൈൽസ് ആണ്. എൽ ഷേപ്പിലാണ് ഇവിടെ കൗണ്ടർ ടോപ്പ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്ക് വരുന്നത്. സിങ്കിന് മുകളിലായിട്ട് ഇവിടെ GTBT ചെയ്തിട്ടുണ്ട്. ആഷ് ആൻഡ് ബ്ലാക്ക് കളറിലാണ് കബോർഡ്സ് വരുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഇതിനകത്ത് തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ 2 ഡ്രോവർ നൽകിയിട്ടുണ്ട്. ടോപ്പിൽ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇതിന് താഴെ പ്ലേറ്റ് ട്രേ ആണ് വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ നോർമൽ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിനകത്തും തട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് സ്റ്റൗ നൽകിയിട്ടുള്ളത്. 2 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ്. വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാളിലായിട്ട് ഒരു ഷോക്ക് പീസ് ചെയ്തിട്ടുണ്ട്. ഇതിന് സ്ലൈഡിംഗ് ഡോർ ആണ് നൽകിയിട്ടുള്ളത്. ഇതിനകത്തും ഗ്ലാസിന്റെ തട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കിച്ചന്റെ പുറംഭാഗം ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇവിടെ ഒരു വിറകടുപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ, ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് അലക്ക് കല്ലും കിണറൊക്കെ വരുന്നത്. ഇനി സ്റ്റെയറിന്റെ ഏരിയ കൂടി ഒന്ന് കണ്ടു നോക്കാം. സ്റ്റെയറിന് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് സ്റ്റീലിൻ്റെതാണ്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. സൈഡിലായിട്ട് ടൈലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ 792 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു സ്റ്റെയർ ഏരിയ വലുതായത് കാരണമാണ് ഇവിടെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കൂടിയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ വരുന്നുണ്ട് കേട്ടോ. പിന്നെതാ നമ്മൾ എലിവേഷനിൽ നിന്ന് കാണുന്ന ആ ഒരു ഡോറാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.